കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന RMS ഓഫീസ് നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. സ്ഥാപനം നിലനിർത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന റെയിൽവേ മെയിൽ സർവീസിന്റെ ഓഫീസ് നിർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. കായംകുളത്തെ റെയിൽവേ മോട്ടോർ സർവീസ് അതായത് RMS നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെടുകയാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കായംകുളം റെയിൽവേ സ്റ്റേഷനോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന റെയിൽവേ മോട്ടോർ സർവീസാണ് സമീപകാലത്ത് കായംകുളം അടക്കമുള്ള പട്ടണങ്ങളിൽ നിന്ന് നിർത്തലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ റെയിൽവേ മോട്ടോർ സർവീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങളിലേക്കുള്ള വേഗത്തിൽ തപാൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് റെയിൽവേ മോട്ടോർ സർവീസ്. അത് റെയിൽവേ സ്റ്റേഷനോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഏതാണ്ട് 36ഓളം സ്ഥിര ജീവനക്കാരും 12ഓളം താൽക്കാലിക ജീവനക്കാരും അടക്കം 50ഓളം ജീവനക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയത്തിൻ്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടാൻ പോകുന്നത്. അത് തീർച്ചയായും നമ്മുടെ പട്ടണത്തിന് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും. കായംകുളത്തെ പോസ്റ്റ് ഓഫീസിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്ക് രാത്രികാലങ്ങളിലും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തപാൽ സംവിധാനമൊക്കെ ഇന്ത്യയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു വലിയ സംഭാവനയാണ്, ലോകത്തിന് നൽകിയ സംഭാവനയാണ്. അത് നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് സോഷ്യൽ ഫോറത്തിന് പറയുവാനുള്ളത്. നാട്ടിലെ കായംകുളത്തിൻ്റെ വികസനത്തിന് അനിവാര്യമായ സ്ഥാപനമാണ് RMS എന്ന് പറയുന്നത്. RMSനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തപാൽ ഉരുപ്പടികൾ റെയിൽവേ വഴി, അതായത് ലെറ്ററുകളും അല്ലെങ്കിൽ ഓഫീസ് സംവിധാനം മാത്രമല്ല, വലിയ വലിയ പാഴ്സൽ ഉൽപ്പന്നങ്ങളും പാഴ്സൽ സാധനങ്ങളും ഒക്കെ RMS വഴിയാണ് കടത്തി പോകുന്നത്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പകരം അത് അടച്ചുപൂട്ടാനുള്ള നടപടിക്കെതിരെ ശക്തമായ നിലപാട് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ MPയും MLAയും ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര മന്ത്രിമാരെ കണ്ടുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കായംകുളത്തെ പൗര സമൂഹത്തിന് വേണ്ടി സോഷ്യൽ ഫോറത്തിന് പറയുവാനുള്ളത്. താൽക്കാലിക ജീവനക്കാർ അടക്കം 50ഓളം ജീവനക്കാർ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ തപാൽ സർവീസ് നടത്തുകയും ഇതിനുവേണ്ട സൗകര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നത് കായംകുളം RMS ഓഫീസ് വഴിയാണ്. കാര്യമായി പ്രവർത്തിക്കുന്ന രാത്രി തപാൽ സർവീസ് ഇല്ലാതാകുന്ന അവസ്ഥ കായംകുളത്തെ ഓഫീസ് നിർത്തലാക്കുന്നതോടുകൂടി ഉണ്ടാകുമെന്നും സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം നിലനിർത്തുന്നതിനാവശ്യമായ ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.